ഹലോ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയിലൂടെ തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓൾറെഡി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേർഡ് വേവ് എന്ന് പറയുന്നത് 2021 വരെ അവേക്കൺ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് ആണ്. അതായത് സെക്കൻഡ് വേവിൻ്റെ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 2021 ഇയർ വരെ അവേക്കൺ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസിനെയാണ് കളക്റ്റീവ്ലി തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ വളരെ ഹ്യൂജായിട്ടുള്ള ഒരു അവേക്കനിങ് ആണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിംസിൻ്റെ അവേക്കനിങ്. തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ ഏറ്റവും കൂടുതൽ അവർ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ അവേക്കൺ ആയ ട്വിൻ ഫ്ലെയിംസിൻ്റെ കളക്റ്റീവ് എനർജിയിൽ അവരുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് റണ്ണർ ചേസർ റൗണ്ടിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സെപ്പറേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് വേവ്സിൽ കൂടുതലാണ്. അതായത് ലോങ് സെപ്പറേഷൻസ് ആയിരിക്കും. മേ ബി ഒരു 3 to 4 months ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ അവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും കിട്ടുമെങ്കിലും കൂടുതലും ആ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഉടനെ എഗെയിൻ അവരിൽ കിടക്കുന്ന ഹിഡൻ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വൂൺസ് സർഫേസിൽ വരും. ആൻഡ് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഒരു വൂണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് അവർ ഹീൽ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ആദ്യത്തേത് ഹെവി കർമ്മ തന്നെയാണ്. രണ്ടാമത്തേത് ഓവർ ഗിവിങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. മൂന്നാമത്തേത് പേഷ്യൻസ്, ക്ഷമ പഠിക്കുക എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്മെൻറ്റിനെ ഹീൽ ചെയ്തുകൊണ്ട് റണ്ണർ ചേസർ ആ ഒരു ഡൈനമിക്കിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇവരുടേത്. ഈ പറഞ്ഞതുപോലെ തന്നെ അവേക്കനിങ്ങിൽ ഹെവി ആയിട്ടുള്ള ഒരു കാർമിക് കോൺട്രാക്ട്സ് എടുത്തുകൊണ്ട് വന്നവരായിരിക്കും തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസ്. എന്നാൽ ഫെമിനൈൻ എനർജി അവരുടെ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ മേജറായിട്ടും തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ അവരുടെ ആ ഒരു കാർമിക് കോൺട്രാക്ട്സിൽ നിന്നും ഒരു സെപ്പറേഷൻ, അതായത് ഒരു കാർമിക് പാർട്ട്ണർ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അവിടുന്ന് പെട്ടെന്നൊരു സെപ്പറേഷൻ, അല്ലെങ്കിൽ അവരുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഇവിടെ തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ കുറച്ചും കൂടെ കൂടുതലാണ്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു ഹീലിംഗ് മെത്തേഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ പ്രത്യേകിച്ചും ഡിവൈൻ ഫെമിനൈൻ എനർജീസിൻ്റെ ലൈഫിൽ നിന്നും ഏകദേശം എല്ലാ കാർമിക് കോൺട്രാക്ട്സും എൻഡായി പോകുന്നത് കോമൺ ആയിട്ട് കളക്റ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇവർ, അതായത് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ കളക്റ്റീവായിട്ട് നോക്കുമ്പം, അതായത് കൂടുതലും ഇവരുടെ ടീനേജ് ഇയേഴ്സിൽ കണ്ടുമുട്ടിയിരിക്കാം അവരുടെ കൗണ്ടർ പാർട്ടിനെ. അത് കഴിഞ്ഞ് രണ്ടുപേരും അവരവരുടെ ലൈഫിൽ, അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള കാർമിക് കോൺട്രാക്ട്സ് തീർക്കാനായിട്ട് മേ ബി കാർമിക് പാർട്ട്ണറിനെയൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിൽ പെട്ടെന്നൊരു അവേക്കനിങ്ങിലേക്ക് വന്നിട്ടുണ്ടാകും. ഇനിയൊരു പ്രത്യേകത തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ലൈക്ക് അവരുടെ കൗണ്ടർ പാർട്ട്, ഫെമിനൈൻ എനർജീൻ്റെ കൗണ്ടർ പാർട്ട് സെലിബ്രിറ്റി ട്വിൻ ആവാം, അല്ലെങ്കിൽ മരിച്ചു പോയി, അതായത് ഒരു കൗണ്ടർ പാർട്ട്, കൂടുതലും അത് എനർജറ്റിക്കലി അവേക്കൺ ആവുന്ന കൗണ്ടർ പാർട്ട് ഭൂമിയിലും, ഇനിയൊരു ബാലൻസ് ആയിട്ടുള്ള സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ്, അതായത് നമ്മൾ പറയുന്ന ഈ മസ്കുലൈൻ എനർജി അല്ലെങ്കിൽ ആ ഒരു പൊളാരിറ്റിയിൽ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇനിയൊരു റലാമിൽ നിന്നും അവരെ ആ ഒരു കൗണ്ടർ പാർട്ടിനെ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെ പിന്നെ വന്നിട്ട് മേ ബി നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട് സംസാരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഐ കോൺടാക്റ്റ്, അത് ഈവൻ ഒരു ഫോട്ടോയിൽ കൂടെയൊക്കെ ഒരു ഐ കോൺടാക്റ്റ് ആയിട്ട് അങ്ങനെ അവേക്കനിങ്ങിലേക്ക് വരിക. ഇതൊക്കെ ഈ കളക്റ്റീവായിട്ടുള്ള തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 2 വേവ്സ് കൊണ്ടുവന്നിട്ടുള്ള ലൈറ്റ് ഗ്രിഡ്സിനെ കളക്റ്റീവായിട്ട് എർത്തിലേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കളക്റ്റീവായിട്ടുള്ള ഇവരുടെ പർപ്പസ്. അതായത് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ കൂടുതലും അവേക്കൺ ആയിരിക്കുന്നത് സ്റ്റാർ സീഡ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ലൈറ്റ് കോഡ്സ് യൂണിവേഴ്സിൽ നിന്നും സ്പേസിൽ നിന്നും
അതിനെ എർത്തിലേക്ക് കൊണ്ടുവരിക, അതിനെ എർത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കളക്റ്റീവായിട്ടുള്ള പേർപ്പസാണ് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലൈറ്റ് വർക്കേഴ്സിനെ നമ്മൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ അവേക്കൺ ആയിരിക്കുന്നവരെ ആയിരിക്കാം നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം കൂടുതലും ലൈറ്റ് വർക്കേഴ്സാണ് ഇവർ. അതായത് സോൾ പർപ്പസ് തന്നെ സ്റ്റാർ സീഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരൊരു ലൈറ്റ് വർക്കേഴ്സാണ്. അതിൻ്റെ മീനിങ് അവർ ഒക്കൾട്ട് സയൻസിൽ മാത്രം, അതായത് ഈ ഒരു ടാരോട്ട് റീഡിങ്, ആകാശിക് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ അവരുടെ വോയിസ് കൊണ്ട് പോലും അവർ ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ്. അതായത് അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഹൈ എനർജീൻ്റെ ലൈറ്റ് കോഡ്സുമായിട്ട് ഭൂമിയിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസ്. ഇവർ ഓൾറെഡി പല ജന്മങ്ങളിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കടന്നു പോയിട്ടായിരിക്കാം ഈ ഒരു ജന്മത്തിൽ കളക്റ്റീവായിട്ട് ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വെരി ഓൾഡ് സോൾസും ആയിരിക്കാം, ഹൈലി ഇൻറ്റ്യൂട്ടീവും ആയിരിക്കും. അതിപ്പം DF മാത്രമല്ല, DM-ഉം ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും ഈ ഒരു ജേർണിയിൽ. എന്നാൽ വളരെയധികം ചൈൽഡ്ഹുഡ് വൂൺസും അബാൻമെൻറ്റ് ഇഷ്യൂസും ഉള്ളത് കാരണം DM-ൻ്റെ അവേക്കനിങ് വരെ അവർ ഈ ഒരു കണക്ഷനെ മനസ്സിലാക്കാതെ പിന്നെയും 3D ലൈഫിൽ ബ്ലോക്ക് ആയതുപോലെ എഗെയിൻ അതൊരു ഹെവി കാർമിക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനിൻ്റെ അനുസരിച്ചായിരിക്കും മസ്കുലൈൻ എനർജി ആ ഒരു കാർമിക് കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് കർമ്മയിൽ അല്ലെങ്കിൽ 3D റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ട്രൂത്ത് അല്ലാത്ത പല കാര്യങ്ങളും ഈ ഒരു കളക്റ്റീവായിട്ട് തേർഡ് വേവ്സിൽ വരുമ്പോൾ ചൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ പല ജന്മങ്ങളിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലായതുകൊണ്ട് തന്നെ മാക്സിമം കളക്റ്റീവായിട്ട് 3D യൂണിയനിൽ വരാനും, അതേപോലെ യൂണിയൻ അല്ല എന്ന് പറഞ്ഞാലും അവരുടെ ഇന്നർ യൂണിയനിൽ വന്ന് ഇതൊരു ലാസ്റ്റ് ജന്മമായിട്ട് ലിബറേഷനിലേക്ക് പോകാനുമുള്ള പോസിബിലിറ്റി തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ വളരെ അധികം കൂടുതലാണ്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഹെവി കർമ്മയും ഓവർ ഗിവിങ്ങിൻ്റെ ഒരു പാഠം, പേഷ്യൻസ്, ഇതൊക്കെ നമ്മൾ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാതെ പഠിക്കുമ്പോൾ മാത്രം നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണത്. എഗെയിൻ ഡിവൈൻ്റെ ഫുള്ളി സപ്പോർട്ട് ഇവിടെ ഉണ്ടാകും. തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് കോമൺലി കാണാൻ പറ്റുന്ന, കളക്റ്റീവ്ലി കാണാൻ പറ്റുന്ന ഒരു കാര്യം റെസ്റ്റ്ലെസ്നെസ് ആണ്. എത്രത്തോളം അവർ ഹീൽ ചെയ്താലും ഇടയ്ക്കൊക്കെ ഒരു പീസ്ഫുൾ എനർജിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു റെസ്റ്റ്ലെസ്നെസ് അവർക്ക് ഫീലാകും. അത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള എംപാത്സ് ആയതുകൊണ്ട് അവർ കളക്റ്റീവിൽ മറ്റുള്ളവരുടെ എനർജി പിക്ക് ചെയ്യും. അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ലൈറ്റ് കോഡ്സ് എപ്പോഴൊക്കെയും പോർട്ടൽസ് ത്രൂ യൂണിവേഴ്സിൽ നിന്നും ആക്സസ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെയും ആ ഒരു ഹെവി എനർജീനെ ബോഡിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു റെസ്റ്റ്ലെസ്നെസ് ആണ് ഏറ്റവും കൂടുതൽ ഫീലാകുന്നത്. അതായത് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസ് ഫീലാകുന്നത്. ഇവിടെ തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസ് ഏറ്റവും കൂടുതൽ എത്രത്തോളം അവർ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം റെസ്റ്റ് എടുത്തുകൊണ്ട് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഡിവൈൻ പർപ്പസിലേക്ക് കടക്കുക എന്നുള്ളതാണ് അവർക്കുള്ള ഒരു ഗൈഡൻസ്. ഈ ഒരു കളക്റ്റീവ് വേവ്സിൽ വരുന്ന ട്വിൻ ഫ്ലെയിംസ് പെട്ടെന്ന് തന്നെ അവരുടെ സോൾ പർപ്പസിലേക്ക് കടക്കുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾക്ക് പല ട്വിൻ ഫ്ലെയിംസും പെട്ടെന്ന് ഈ ഒരു ജേർണിയിലാണെന്ന് മനസ്സിലാക്കി മാസങ്ങൾക്കകം മേ ബി ഒരു സോൾ പർപ്പസ് ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അവർ ഈ ഒരു തേർഡ് വേവിൻ്റെ പാർട്ടായിട്ട് ലാസ്റ്റ് പല ജന്മങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് ആ ഒരു സോൾ ഗിഫ്റ്റിനെ ഇവിടെ ഈ ഒരു ഫിസിക്കൽ ബോഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ അത് യൂണിവേഴ്സായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. കാരണം ആ ഒരു ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് അതായിരിക്കും ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ. അപ്പോൾ ഇത്രയുമാണ് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് പറയാനുള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതല്ലാതെ വോംബ് ഹീലിങ്ങിൻ്റെ ഒരു 3-day വർക്ക്ഷോപ്പ് 19th തൊട്ട് സ്റ്റാർട്ട് ആവുന്നതാണ്. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ മാസ്റ്റർ ലെവൽ റേഖീൻ്റെ ക്ലാസ്സസ് ജനുവരി ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ടാവുന്നതാണ്. അതിനും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ആവാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.
ബ്ലെസ്സിങ്സ്. ഓം നമ ശിവായ.